So I want to read a verse from Luke chapter 7. Luke chapter 7, verse 36 onwards. 36 to the end. പരീശന്മാർ വായിച്ചാട്ടെ പ്ലീസ്. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിക്കുവാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു കാൽ ചുംബിച്ച് തൈലം പൂശി. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു, അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. ശീമോനെ, നിന്നോടൊന്ന് പറയുവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന്, ഗുരു പറഞ്ഞാലും എന്ന് അവൻ പറഞ്ഞു. കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുക്കുവാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലായകയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആര് അവനെ അധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശീമോൻ പറഞ്ഞു. അവൻ അവനോട്, നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ, അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. പിന്നെ അവൻ അവളോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആര് എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. അവനോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞു. നമുക്ക് വളരെ പരിചിതമായ ഒരു ഭാഗമാണ്, പർട്ടിക്കുലർലി ആ ഒരു ഇൻസിഡൻറ്റ്. കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ആയിരുന്ന സമയത്ത് ഒരു പരീശൻ്റെ വീട്ടിൽ, ശിമിയോൻ എന്ന് പറഞ്ഞ പരീശൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന് ഊണ് കഴിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. നമ്മൾ വിചാരിക്കും ഊണ് കഴിക്കാൻ വിളിക്കുമ്പോഴത്തേക്കും ഹൃദയംഗമായി വളരെ താല്പര്യത്തോടുകൂടെയാണ് ഒരു പക്ഷെങ്കിൽ ഈ പരീശൻ വിളിക്കുന്നതെന്നുള്ളത്. നമുക്കൊരു കാര്യം നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു പല കാര്യത്തിനോടുള്ള വളരെ ഓപ്പണായിട്ട് പല കാര്യങ്ങളും പറയുന്നത് കൊണ്ട് അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യേശുവിനെ അത്ര ഇഷ്ടമൊന്നുമല്ല. മനസ്സിലായോ? പരീശന്മാരും സദൂക്യരും അന്നുണ്ടായിരുന്നത് വളരെ ഓപ്പണായിട്ട് പല കാര്യങ്ങളും കർത്താവ് പറയുന്നത് കാരണം പ്രത്യേകിച്ചും പരീശന്മാരോടും സദൂക്യരോടുമുള്ള ഇടപാടിൽ യേശുവിനെ അവർക്ക് അത്രമാത്രം സ്വീകാര്യമായിരുന്നില്ല. എന്നിരുന്നാലും തീർച്ചയായിട്ടും ആത്മാർത്ഥമായി ദൈവവഴിയിൽ നടക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തി ആയിരുന്നായിരിക്കണം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ശിമിയോൻ കർത്താവിനെ ഊണ് കഴിക്കാനായിട്ട് വിളിച്ചു, ഭക്ഷണത്തിനായിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ വീട്ടിൽ കടന്നു വന്ന ഈ പരീശന്മാരുടെ ഇടയിൽ നമുക്കറിയാം, they may have so many questions in their mind. കർത്താവിനെ കിട്ടിയല്ലേ, തീർച്ചയായിട്ടും അവർക്ക് ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചോദിക്കാനും പറയാനായിട്ടൊക്കെ കാണും. പല കാര്യത്തെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ, ഇങ്ങനെയാണോ അങ്ങനെയാണോ. നമ്മളങ്ങനെയാണല്ലോ പലപ്പോഴും, നമുക്ക് ആത്മീയമായിട്ട് നമുക്ക് അറിയാവുന്ന ആരെയൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. ആൻഡ് വി ആസ്ക് സോ മെനി ക്വസ്റ്റ്യൻസ്. ദാറ്റ് ഇസ് എക്സാക്ട്ലി വുഡ് ഹാവ് ഹാപ്പൻഡ് ഡേ. അപ്പോൾ നമ്മുടെ മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കണം. നമുക്കറിയാം, ഇപ്പോൾ കർത്താവോടെ ഊണിന് ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ രീതി അനുസരിച്ച് അവർ മുമ്പോട്ട് ലീൻ ചെയ്ത്, അവർക്ക് നമ്മുടെ ഊണുമേശയുടെ അത്രയും പോലെ ഉയരമുള്ള മേശയല്ല അവരുടേത് വളരെ ഒരു ചെറിയ, നമ്മുടെ ഒരു കൊച്ചു സ്റ്റൂള് പോലെ ഇരിക്കുന്ന അങ്ങനത്തെ ടേബിളാണ് അവർക്കുള്ളത്. അപ്പം അതിലോട്ട് ഇങ്ങനെ ഒരു കൈ വെച്ച് റിക്ലൈൻ ചെയ്ത് കാല് പുറകോട്ടിട്ടാണ് അവരിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഈ സ്ത്രീ പുറകിൽ വന്ന് അവിടെ വന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ സ്ത്രീയുടെ ക്വാളിഫിക്കേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് ആ സ്ത്രീയുടെ ക്വാളിഫിക്കേഷൻ? 37 വാക്യം, വേഴ്സ് 37. പാപിയായ ഒരു സ്ത്രീ. എന്ത് പാപമാ ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് അവിടെ പ്രത്യേകിച്ച് എഴുതിയിട്ടില്ല.
പക്ഷെങ്കിൽ പാപിയായ ഒരു സ്ത്രീ എന്ന് പറഞ്ഞതുകൊണ്ട് അത് പരസ്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു രഹസ്യത്തിലുള്ള ഒരു പാപ വിഷയമായിരിക്കില്ല. പരസ്യമായിട്ട് എല്ലാവർക്കും ആ പട്ടണത്തിൽ അറിയാവുന്ന തരത്തിലുള്ള ആ വ്യക്തിയെക്കുറിച്ച് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം ആൾ ശരിയല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് പട്ടണത്തിൽ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് പരീക്ഷനും അറിയാം. പക്ഷേ തീർച്ചയായിട്ടും കർത്താവ് ആ സ്ഥലത്തെ ആളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കർത്താവിന് ആളിനെ പറ്റി ആ നിലയിൽ അറിയാൻ വഴിയില്ല എന്നാണ് തീർച്ചയായിട്ടും ശിമ്യോൻ ധരിച്ചിരുന്നത്. അപ്പോൾ നാച്ചുറലി ആ സഹോദരി പുറകിൽ വന്ന് കർത്താവിൻ്റെ കാൽക്കൽ വന്ന് നിന്ന് കരഞ്ഞുകൊണ്ട് നിന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് കരഞ്ഞ് കാല് മൊത്തം കഴുകിയതിന് ശേഷം തൻ്റെ തലമുടി കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദം തുടച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പരിമള തൈലം അലബാസ്റ്റർ വളരെ വിലയേറിയ ആ ഒരു തൈലം കർത്താവിൻ്റെ കാൽക്കൽ പൂശി. ഇത് കണ്ടുകൊണ്ട് നിന്ന ശിമ്യോന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ വന്നു. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയാറില്ല അല്ലേ? പക്ഷെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഹൃദയത്തിൽ ചിന്തിച്ച ഒരു കാര്യം കർത്താവായ യേശു ക്രിസ്തു പുറത്ത് ശിമ്യോനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 39-ാമത്തെ വാക്യം. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നു എങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു, അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. അപ്പം നാച്ചുറലി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശിമ്യോനെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ കുറിച്ച് പൂർണ്ണമായിട്ടും വിശ്വസിച്ച ഒരു വ്യക്തി ആയിരുന്നില്ല. യേശു ഒരു ടീച്ചറാണെന്നും നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണെന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നതാണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രവാചകനാണോ എന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കുവാനായിട്ട് ശിമ്യോന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവാചകനായിരുന്നുവെങ്കിൽ, അങ്ങനെയാണല്ലോ നമ്മൾ ഒരു പുതുതായിട്ടൊരു വ്യക്തിയെ കാണുമ്പോൾ നമ്മളും അദ്ദേഹത്തിനെ ഒന്ന് വെയ് ചെയ്യാൻ നോക്കും, എന്താ ആള് ശരിയാണോ എന്നുള്ളതൊക്കെ. അതുപോലെ ശിമ്യോനും ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, സ്വാഭാവികമായ കാര്യമാണ്. അദ്ദേഹം ചിന്തിച്ചു, അദ്ദേഹത്തിൻ്റെ ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ ഈ സ്ത്രീ ആരായിരുന്നു എന്നറിയാം. കാരണം നമുക്കറിയാം, സ്ത്രീകളോട് വളരെ അകലം പാലിച്ചുകൊണ്ടിരുന്ന ആ ഒരു കൾച്ചറിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊരിക്കലും ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. പക്ഷേ കർത്താവിൻ്റെ നോംസ് എല്ലാം ഡിഫറൻ്റ് ആയിരുന്നു. നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതിയിലല്ല കർത്താവ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ കർത്താവിൻ്റെ ആ ഒരു കാര്യം, കർത്താവ് ശിമോനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ശിമോൻ, ഐ വോണ്ട് ടു ടെൽ യു സംതിങ്, ഐ വോണ്ട് ടു ആസ്ക് യു സംതിങ്. അപ്പം ശിമോൻ പറഞ്ഞു, കർത്താവ് വായിച്ചാട്ടോ അടുത്ത വാക്യം. ശിമോന് നിന്നോടൊന്ന് പറയുവാനുണ്ടെന്ന് യേശു പറഞ്ഞതിന് ഗുരു പറഞ്ഞാലും എന്ന് അവൻ പറഞ്ഞു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്, can you read in English? It says that, teacher tell me. He said to him, can we read that verse in English? And he replied, say it, teacher. Say it, teacher. അദ്ദേഹം എന്താ വിളിച്ചത്? ഗുരു അല്ലെങ്കിൽ ടീച്ചർ എന്നാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, അവർക്കൊക്കെ ഓരോ പൊസിഷനാണ്. ടീച്ചർ ഈസ് എ പ്ലേസ്, പ്രോഫറ്റ് ഈസ് അനദർ പ്ലേസ്. അപ്പം ടീച്ചർ പറഞ്ഞാലും, ഗുരു പറഞ്ഞാലും എന്നാണ് പറഞ്ഞത്. അപ്പം he understood that this is a good teacher. യേശുവിനെ ടീച്ചർ എന്നുള്ള നിലയിൽ മനസ്സിലാക്കിയത്. എന്നാൽ ഈ പ്രിയ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം, എന്നിട്ട് കർത്താവ് ഒരു ഉദാഹരണം പറയുകയാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം 500 ദിനാർ കടം ഇളച്ചു കൊടുത്തതും 50 ദിനാർ ഇടച്ചു കൊടുത്തതും ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? അദ്ദേഹം കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു, നമ്മളാണേലും അത് പറയും, 500 ദിനാർ ഏറ്റവും കൂടുതൽ ഇളച്ചു കിട്ടിയവനാണ് ക്ഷമിച്ചു എന്ന് പറഞ്ഞു. യെസ്, യു സെഡ് ഇറ്റ് റൈറ്റ്. അപ്പോൾ ഈ പറഞ്ഞു, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അധികം ഇളച്ചു കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അധികം സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ്, ക്വാളിഫിക്കേഷൻ ഇസ് ഷീസ് എ സിന്നർ, ഒരു പാപിയായ വ്യക്തി എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ഈ സഹോദരി കടന്നു വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ ചോദിക്കണം, എന്തിനാണ് നമ്മൾ യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുന്നത്? വൈ യു ആർ കമ്മിങ് ക്ലോസ് ടു ദ ലോർഡ് ജീസസ്? യേശുവിൻ്റെ അടുക്കൽ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്ക് അടുത്ത് വരുന്നു. നമ്മൾ എന്തിനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വൈ ഡിഡ് യു കം ടുഡേ ടു ദ മീറ്റിംഗ്? എന്തിനാണ് നിങ്ങളിന്ന് മീറ്റിങ്ങിന് വന്നത്? ഇന്നൊരു വെള്ളിയാഴ്ച ആയതുകൊണ്ടാണോ മീറ്റിങ്ങിന് വന്നേ? ആണോ? ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, അപ്പം നല്ലൊരു ഇറ്റ്സ് എ ഗുഡ് തിങ് ടു ഡു ഇറ്റ്. അല്ലെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ആഴ്ചയിലെ ഒരു ദിവസം കർത്താവിന് വേണ്ടി ഉള്ളതാണ്, അതുകൊണ്ട് നമുക്ക് കർത്താവിന് വേണ്ടി കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണോ നമ്മളിന്ന് മീറ്റിങ്ങിന് വന്നേ? വൈ ആം ഐ സർവിങ് ദ ലോർഡ്? വൈ ഷീസ് കം ടു ദ ലോർഡ്? ഷീ ഹാഡ് എ ബിഗ് പ്രോബ്ലം ഇൻ ഹെർ ലൈഫ്. ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട്, അതാർക്കും തീർക്കുവാനായിട്ട് കഴിയത്തില്ല. ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏതെങ്കിലും ഒരു കാര്യങ്ങളായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ രാജാക്കന്മാരുടെ അടുക്കലോ അങ്ങനെയുള്ള ഒരാളുടെ അടുക്കൽ പോകാമായിരുന്നു. എന്നാൽ ആ സ്ത്രീയുടെ പ്രശ്നം
എന്തായിരുന്നു? വാട്ട് ഈസ് ദ ക്വാളിഫിക്കേഷൻ? ഷീസ് എ സിന്നർ. സിൻ വാസ് എ പ്രോബ്ലം. ആ സഹോദരിയുടെ പ്രശ്നം പാവമായിരുന്നു. ഞാനതാ പറഞ്ഞത്, ആ സ്ത്രീ പോറാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ, പാവപ്പെട്ടൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ, നിർധനയായിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ വേറെ ആരെടുക്കലും പോകാമായിരുന്നു. അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നെങ്കിൽ ഒരു വൈദ്യൻ്റെ അടുക്കൽ പോകാമായിരുന്നു. എന്നാൽ ഈ സഹോദരിയുടെ പ്രശ്നം പാപമാണ്. പ്രിയ സഹോദരങ്ങളെ, യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നത് പാപത്തിൻ്റെ ബേസിലാണോ എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആ ബന്ധം എങ്ങനെ ഇരിക്കുന്നു എന്നറിയാം. ഞാൻ ചെറുപ്പത്തിൽ കർത്താവിലോട്ട് വന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു നല്ല ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ വളർത്തിക്കൊണ്ട് വന്ന ഓരോ കുട്ടികളെ സംബന്ധിച്ചുള്ള അവരുടെ മനസ്സിലൊരു സ്വയമായ ഒരു നീതിയുണ്ട്. ഞങ്ങൾ കൃത്യമായി പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, ഞങ്ങൾ ആരാധനയ്ക്കൊക്കെ പങ്കുചേരുന്നുണ്ട്, ഞങ്ങൾ എല്ലാ കാര്യത്തിനൊക്കെ വലിയതായിട്ടുള്ള കുരുത്തക്കേടുകളൊന്നും കാണിച്ചിട്ടില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. സോ ദാറ്റ് ഗീവ്സ് എസ് എ കൈൻഡ് ഓഫ് എ റൈച്ചസ്നെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു എന്നെ പരീക്ഷയ്ക്ക് സഹായിക്കണം, യേശു എന്നെ രോഗത്തിൽ സഹായിക്കണം, എൻ്റെ ഇന്ന പോലെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ ദൈവം എന്നെ സഹായിക്കണം. അപ്പം ദിസ് ഈസ് ദ മെയിൻ തിങ് വി കം ടു ദ ലോർഡ്. യേശുവിൻ്റെ അടുക്കൽ വരുന്നത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ പരീക്ഷയുടെ പ്രശ്നങ്ങൾ മാറാൻ, അല്ലെങ്കിൽ എനിക്കൊന്ന് ക്ലാസ്സിൽ അടി കിട്ടാതിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വേണം, ആ കാര്യങ്ങളൊക്കെ എനിക്ക് ലഭിക്കാൻ, ഇതിനൊക്കെയാണ്. അല്ലെങ്കിൽ ഞാനൊരു കോമ്പറ്റീഷന് പങ്കെടുക്കുന്നു, അതിന് എന്നെ സഹായിക്കണം, ഇതൊക്കെയാണ്. വിൽ ഗോഡ് ഹെൽപ്പ് ആൻഡ് ഓൾ ദാറ്റ് ഇസ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. ഈ വിൽ ഹെൽപ്പ് ആസ് മച്ച് ആസ് ഹി ക്യാൻ എന്നുള്ളത് ശരിയാണ്. ആൻഡ് കർത്താവ് ചെയ്യും എന്നുള്ളതും ശരിയാണ്. പക്ഷേ ഇവിടെ ഈ സഹോദരി വന്ന ഇതിനൊന്നുമല്ല. And that makes a relationship different. I hope those who are in Christ today, ഇന്ന് ക്രിസ്തുവിലുള്ളവരോട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വന്നത് യേശു ഒരു വൈദ്യനായതുകൊണ്ടാണോ? യേശു നിങ്ങളെ എക്സാമിന് സഹായിക്കുന്നതുകൊണ്ടാണോ? നിങ്ങൾക്ക് ജോലി തന്നുകൊണ്ടാണോ? നിങ്ങളുടെ ഫൈനാൻസ് പ്രൊവൈഡറാണോ? നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നതുകൊണ്ടാണോ? നിങ്ങൾക്ക് ജോലി തന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും നിങ്ങളെ നടത്തുന്ന നല്ല ഒരു ദൈവം ആയതുകൊണ്ടാണോ? ശിമിയോനും ഏകദേശം ഒരു വ്യക്തിപരമായ ബന്ധമേ ഈ ടീച്ചറിനോടുള്ളൂ. നല്ല കാര്യങ്ങൾ പറയുവാൻ, നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ കഴിയുന്ന യേശു, ആ ആളിനെ പരിചയപ്പെടാനായിട്ടാണ് ശിമിയോൻ ആക്ച്വലി ഊണിനെ വിളിച്ചത്. ഊണിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശിമിയോനോട് ചോദിച്ചു കഴിഞ്ഞപ്പം ശിമിയോനടുക്കൽ കർത്താവ് പറഞ്ഞൊരു മറുപടിയാണ് തൊട്ട് താഴെ നമ്മൾ വായിക്കേണ്ടത്. അടുത്ത വാക്യം വായിച്ചാൽ ലെറ്റ്സ് സീ ദാറ്റ് വേഴ്സ് 44 onwards. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. Why our relationship with Christ is so shallow? നിങ്ങൾക്ക് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അത്രമാത്രം ഊഷ്മളമല്ല. എന്താ അതിനുള്ള കാരണം? ബിക്കോസ് യു ഹാവ് അതർ ഓപ്ഷൻസ്. രോഗമാണോ? കർത്താവ് സൗഖ്യമാക്കില്ലെങ്കിലും വി ഹാവ് ഗുഡ് ഡോക്ടേഴ്സ് മാൻ. പഠിക്കാനുള്ള കാര്യത്തിനകത്തേക്ക് വലിയ രീതിയിൽ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ ഓക്കെ, കർത്താവ് തന്നില്ലെങ്കിലും അടുത്ത വഴി നമ്മൾ നോക്കും. നമുക്ക് നമ്മുടേതായിട്ടുള്ള വഴികളുണ്ട്. പക്ഷേ ഇവിടെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഷീ കെയിം ടു ദ ലോർഡ്. എന്നിട്ട് പറഞ്ഞോട് പറയണേ, എൻ്റെ കാലിന് നീ എനിക്ക് വെള്ളം തന്നില്ല, ബിക്കോസ് യു ഡിഡ് നോട്ട് ഓണർ മീ. ഒരു ഗസ്റ്റ് ഒരു വീട്ടിൽ വരുമ്പോൾ ആ കാല് കഴുകാനായിട്ട് ഒന്നുകിൽ ഒരു അടിമയായിരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്റ്റ് ആയിരിക്കണം സഹായിക്കേണ്ടത്. ഇതൊന്നും പുള്ളിക്കാരൻ ചെയ്തില്ല. ഞാനതാ പറഞ്ഞത്, യേശുവിനെ ആ നിലയിലൊന്നും അദ്ദേഹത്തിന് സ്വീകരിക്കാൻ താല്പര്യമൊന്നുമില്ല. യേശു കുറച്ച് ഫേമസ് ഒക്കെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടും ഒക്കെയുള്ള നിലയിലാണ് ശിമോൻ യേശുവിൻ്റെ അടുക്ക് വന്നത്. അതുകൊണ്ട് യേശു വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് യേശുവിൻ്റെ കാലിന് വെള്ളമൊഴിക്കാനൊന്നും ശിമോൻ നിന്നില്ല. പക്ഷേ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം യേശു വ്യത്യാസമായിരുന്നു. ആ യേശുവിൻ്റെ പാദപീഠങ്ങളിൽ കർത്താവിൻ്റെ കാൽ കീഴിൽ, എൻ്റെ കാലിന് നീ വെള്ളം തന്നില്ല, പക്ഷെങ്കിൽ ഇവളോ എൻ്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടച്ചു എന്ന് പറഞ്ഞു. ആൻഡ്
നമുക്കറിയാം ഒരു ത്രൈവിങ് ഇൻഡസ്ട്രിയാണ് തലയിലെ മുടി സൂക്ഷിക്കുക എന്ന് പറയുന്നത്, അല്ലേ? തലയിലെ മുടി സൂക്ഷിക്കുന്ന ഒരു വലിയ പാടുള്ള കാര്യമാണ്, നിങ്ങൾക്കറിയാം. അത് കറുപ്പായിട്ട് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി പാട്. ഇനി കറുപ്പ് തന്നെ അതങ്ങനെ തന്നെ തലയിൽ സൂക്ഷിക്കുന്നതിന് വലിയ പാട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുടി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിഷയമാണ്. സോ ഷീ കെപ്റ്റ് എവ്രിതിങ് ഡൗൺ അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ലോർഡ് ജീസസ്. യേശുവിൻ്റെ കാൽ കീഴങ്ങളിൽ ഷീ കെപ്റ്റ് എവ്രിതിങ് ഡൗൺ. ഷീ വൈപ്പ് ദ ഫീറ്റ് ഓഫ് ദ ലോർഡ് ജീസസ് വിത്ത് ഹർ ഹെയർ. യേശുവിൻ്റെ കാല് തുടച്ചത് തനിക്കുള്ള സകല everything what she should say, I kept it under the feet of the Lord Jesus, and he is wiping it. And then what is the next verse says? അടുത്ത വാക്യം, നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല, നീ എനിക്ക് ചുംബനം തന്നില്ല, ഇവളോ ഞാൻ അകത്തു വന്നത് മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല, ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. and he sees, and നീയും എന്നെ സംബന്ധിച്ചിടത്തോളം you didn't even bother to greet me. നമുക്കറിയാം, നമുക്ക് പലപ്പോഴും നിങ്ങളിവിടെ ഈ അറബ് റീജിയനിലായതുകൊണ്ട് നമുക്കറിയാമല്ലോ, പലപ്പോഴും അവർ തമ്മിൽ കാണുമ്പോൾ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അവരെങ്ങനെയായിരിക്കും? മിക്കവാറും അവരെ കെട്ടിപ്പിടിച്ചാണ് ആ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുചേരുന്നത്. സോ ഇഫ് യു he says that you never came and kissed me, you never your relationship was not so intimate with me, you wanted to be very far, അല്ലേ? പക്ഷെ ശിമയോനെ, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ആൻഡ് ഷീസ് എ ലേഡി ആൻഡ് ഷീസ് കിസ്സിങ് മൈ ഫീറ്റ് all the while. And then what else next? അടുത്തെന്താ കർത്താവ് പറഞ്ഞത്? നീയോ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. തൈലം പൂശുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശിഷ്ടമായവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇവളെ സംബന്ധിച്ചിടത്തോളം പരിമള തൈലം വിലയേറിയതായിട്ടുള്ള, ഷീ സ്പെൻഡ് ലോട്ട് ഓഫ് മണി ഫോർ ഇറ്റ്. All she might have earned with what she got, and she bought this perfume and she applied it on Lord's feet. കർത്താവിൻ്റെ കാൽക്കൽ വീശുന്നതായി കണ്ടു. So the Lord is telling us two contrast. ഞാനത് ചോദിച്ചു, ക്രിസ്തുവിനായിട്ട് വന്ന ക്രിസ്ത്യാനിയാണെന്ന് ബോസ്റ്റ് ചെയ്യുന്ന ഓരോരുത്തരോടും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, are you a Simon or are you the lady which is coming on the other? Or once upon a time when you came to the Lord, how was it? നിങ്ങൾ എങ്ങനെയാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നത്? when you came to the Lord, നിങ്ങൾ കർത്താവിലേക്ക് വന്നപ്പോൾ ഒരു ശിമയോനെ പോലെ, കർത്താവേ, I have so and so, I have so and so, I have some certain credentials, I need so and so, ആ ഒരു കാര്യം കൊണ്ടാണോ? അതോ ഈ സ്ത്രീയെ പോലെ കർത്താവിൻ്റെ കാൽ കീഴിൽ, കർത്താവേ, only one qualification she got. What is the qualification? What is the qualification? She is a sinner. Praise the Lord. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിന്ന് യേശുവിൻ്റെ അടുക്ക വരുമ്പോൾ ഏത് ക്വാളിഫിക്കേഷനും കൊണ്ടാണ് വരുന്നത്? whatever you want to get it. I said before, first time you came to the Lord, ആദ്യമായിട്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണ്? I am a sinner. ഇതല്ലാത്ത ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഇനി മുമ്പോട്ട് പോകുന്ന ഓരോ കാര്യങ്ങളും it won't make much sense in your life. Don't get me wrong. Listen to me very carefully. യേശു കർത്താവ്, നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ പാപി എന്നുള്ള നിലയിൽ അല്ല വരുന്നതെങ്കിൽ ഇനി മുമ്പോട്ട് യേശു ചെയ്യുന്ന ഓരോ കാര്യത്തിനും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ റെലവൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാം, യേശു കർത്താവ് വന്ന് ക്രൂശിൽ മരിച്ചില്ല. യേശു കർത്താവ് വന്നു, ഇവിടെയൊക്കെ ഒരു 3.5 വർഷക്കാലമൊക്കെ നിന്നേച്ച് he could go, അദ്ദേഹം ദൈവമായിരുന്നല്ലോ. അപ്പം one day is gone. Will it make any difference for you? നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമായിരുന്നു? യേശു ക്രിസ്തു വന്നു, അത്ഭുതങ്ങളൊക്കെ ചെയ്തു, കനാവിലെ കല്യാണത്തിന് വീഞ്ഞുമാക്കി, ഒക്കെ ശരിയാണ്, എല്ലാം ചെയ്തു. പക്ഷേ യേശു ക്രിസ്തു ക്രൂശിലേക്ക് പോയില്ല. അതിന് പകരം യേശു ക്രിസ്തു ഇവിടെ നിന്ന് ഒറ്റ ദിവസം അങ്ങ് പോയി. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ നിങ്ങൾക്ക്? വ്യത്യാസം ഉണ്ടാകുന്നില്ല എങ്കിൽ ഐ നീഡ് ടു ആസ്ക് യുവർ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്. ഐ വിൽ പുട്ട് എ ക്വസ്റ്റ്യൻ മാർക്ക് ഓൺ യുവർ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്. ഐ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ?
എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ക്രിസ്ത്യാനിയാണ്, പക്ഷേ ഇപ്പം എൻ്റെ ബോണഗെയിൻ എക്സ്പീരിയൻസിനൊക്കെ കൊണ്ടുവന്ന് കടക്കൽ കൊണ്ട് കത്തി വെക്കുന്ന ചോദ്യങ്ങളാണ് ഈ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ, യെസ്, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നിങ്ങളുടെ മുമ്പോട്ടുള്ള എക്സ്പീരിയൻസുകളെല്ലാം, കർത്താവിൻ്റെ കൂടെ നടക്കുന്നതെല്ലാം നിങ്ങൾക്കൊരു ബേർഡനായിരിക്കും, നിങ്ങൾക്കൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ കർത്താവിൻ്റെ അടുക്കൽ നിങ്ങൾ വന്നത്, കർത്താവ് ഈ സ്ത്രീ വന്നതുപോലെ ഞാനൊരു പാപിയാണ്. ദാറ്റ്സ് ഓൾ ഐ ഹാവ്, ദാറ്റ്സ് ഓൾ മൈ ക്വാളിഫിക്കേഷൻസ്, നത്തിങ് എൽസ്. അത് എന്ത് പാപമായിക്കൊള്ളട്ടെ. ഒരു പക്ഷെങ്കിൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചിലർ വേണമെങ്കിൽ പറയുമായിരിക്കും, ഷി വാസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്, മേ ബി, മേ നോട്ട് ബി, ഐ ഡോണ്ട് നോ. ഷീ മൈറ്റ് ഹാഡ് സം അതർ സിൻസ്, ഐ ഡോണ്ട് നോ. അതൊന്നും ദൈവം അത് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെങ്കിൽ ഏത് പാപമായിക്കൊള്ളട്ടെ, ആ പാപവുമായിട്ട് യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ഈ സ്ത്രീ കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിനെ അതുപോലെ സ്നേഹിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ സിൻ ഇസ് ബിക്കം സോ മച്ച് സിൻഫുൾ, പാപം നിങ്ങളെ വല്ലാതെ ബോദർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ നിന്നും വിടുതൽ ആവശ്യമുള്ളത്. എപ്പോഴാണ് നമ്മൾ ആശുപത്രിയിൽ പോകുന്നത്? എപ്പോഴാണ് നമ്മൾ ആശുപത്രിയിൽ പോകുന്നത്? വെറുതെ ഇരിക്കുമ്പം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ആ ഡോക്ടറെ ഒന്ന് കയറി കണ്ടേക്കാം, ചുമ്മാ ബ്ലഡൊക്കെ ഒന്ന് കൊടുത്തൊന്ന് ടെസ്റ്റ് ചെയ്തേക്കാം എന്നാരേലും പറയുമോ? എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ തോന്നുന്നു, പണ്ടത്തെ പോലെ കണ്ണൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ കാലിന് ഇച്ചിരി സ്വാധീനമൊന്നും ഇല്ല, അപ്പോൾ ഒന്ന് ഡോക്ടറിനെ കണ്ടേക്കാം. അതുകൊണ്ടല്ലേ നമ്മൾ പോകുന്നത്. When sin, it has become so much exceedingly sinful in your heart, I say, now I need deliverance in my life. I need a help in this. And that's when you need a savior. If that is not what is happening in your life, I don't know, you have learned Christ. നിങ്ങൾ ക്രിസ്തുവിനെ ശരിക്കും ആ നിലയിൽ കണ്ടിട്ടുള്ളൂ എന്നുള്ള കാര്യം സംശയമാണ്. The way you are looking at Christ is not exactly the same. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ യേശുവിനെ പാപിയായി, ഞാനൊരു പാപിയാണ് കർത്താവേ. അപ്പം ബസാക്ക് ഒരു പ്രാവശ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞു. ബസാക്ക് ഒരു പ്രായമായ സ്ത്രീയുടെ അടുക്കൽ അദ്ദേഹം പറഞ്ഞൊരു കഥയാണ്, അദ്ദേഹത്തിൻ്റെ ഇൻസിഡൻ്റാണ്. പ്രായമായ സ്ത്രീയുടെ അടുക്കൽ മരിക്കാൻ കിടന്ന സ്ത്രീയാണ്. ആ സ്ത്രീയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, രക്ഷിക്കപ്പെടണം, മരിക്കാൻ പോവാണല്ലോ, കർത്താവ് നമ്മളെ രക്ഷിക്കാനാണ്. അപ്പം ഈ സ്ത്രീ പറഞ്ഞു, രക്ഷിക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ച്, അപ്പം ഈ സഹോദരിയെ ഏറ്റവും പെട്ടെന്ന് പാപത്തെക്കുറിച്ച് ബോധം വരുത്തണം. അപ്പം അതിന് പ്രിയ സഹോദരൻ ചോദിച്ചു, ഈ പട്ടണത്തിലെ ദ വേസ്റ്റ് പ്രോസ്റ്റിറ്റ്യൂട്ടിനെക്കാട്ടിൽ വേസ്റ്റ് ആണെന്ന് പ്രിയ അമ്മ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ അമ്മ കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഐ ഡോണ്ട് തിങ്ക് സോ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? And she said, I don't think so. I don't think so. I'm so bad. I'm not so bad. I'm not so bad. Dear brothers and sisters, don't forget. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ പാപിയിൽ ഒന്നാമൻ അല്ലെങ്കിൽ പ്രധാനി. Why? When the conviction of the Holy Spirit is about the sin is so deep in our life that you really feel that I need a savior to come out of this. And that's when I really need a savior. Otherwise, I don't need a savior. I don't need a savior. All I need is Jesus as my friend. What a good friend we have in Jesus, to take all my problems to him, and so that I can discuss with him and he can help me. He's a good friend, no doubt about it. I'm absolutely certain about it. എനിക്ക് 100% surety ആണ് കർത്താവ് ഒരു നല്ല സ്നേഹിതൻ തന്നെയാണ്, and he is good. But is your savior? No. I'll tell you one thing. And this lady comes down, and then what's the next verse? അടുത്ത വാക്യം. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. That would have made Simon totally confused, that statement. Why? കാരണം സൈമൺ അന്ന് വരെ വിചാരിച്ചുകൊണ്ടിരുന്നത് യേശുവിനെ ആരായിട്ടായിരുന്നു? ഗുരു അല്ലെങ്കിൽ ടീച്ചർ എന്നായിരുന്നു പറഞ്ഞു. പ്രവാചകനാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സൈമണ് സംശയമുണ്ട്. പക്ഷെങ്കിൽ ഇപ്പോൾ അത് ക്ലിയറായി. കാരണം പ്രവാചകനാണ്, കാര്യം കൃത്യമായി മനസ്സിലായി, ഇദ്ദേഹം ആരാണെന്നുള്ള കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകനാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ യേശു അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുകയാണ്, പാപത്തെ ഞാൻ മോചിച്ചിരിക്കുന്നു എന്ന് പറയാം. ഇവൾ വളരെ സ്നേഹിച്ചുവല്ലോ എന്ന് പറഞ്ഞ് പാപം മോചി. അപ്പോഴത്തേക്ക് സൈമൺ പറഞ്ഞു, ഹൂ ക്യാൻ ഫോർഗീവ് സിൻ അതർ ദാൻ ഗോഡ്? ഇറ്റ്സ് ഓൺലി ഗോഡ് ഹൂ ക്യാൻ ഫോർഗീവ് സിൻ. ദൈവത്തിന് മാത്രമേ പാപത്തെ ഫോർഗീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.
അവിടെയാണ് സൈമൻ്റെ കംപ്ലീറ്റ് ഡെഫിനിഷനും പോയത്. ആൻഡ് ഹി വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. ചിലർ ചോദിക്കാറുണ്ട് യേശു ദൈവമാണെന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ ജസ്റ്റ് ഇത് വായിച്ചു നോക്കിയാൽ മതി. Simon was totally confused in his life. He said, what is happening? And read that verse again. അവനോട് വായിച്ചിടാ വാക്യം. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ, അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. പിന്നെ അവൻ അവളോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആര് എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. അവനോ സ്ത്രീയോട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതാണ്. ഇവിടെ പറയുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദ ട്രസ്റ്റ്, യേശു പറഞ്ഞ ആ സ്ത്രീയോട് പറഞ്ഞ കാര്യമാണ്. യേശു പറഞ്ഞതാണ് ദ ട്രസ്റ്റ് യു പുട്ട് ഓൺ ദ സൺ ഓഫ് ഗോഡ് ആസ് എ ടീച്ചർ, ആസ് എ പ്രോഫറ്റ്, ആസ് എ സേവിയർ has saved you. എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും അല്ലേ? ദ ട്രസ്റ്റ് യു ഹാവ് പുട്ട് ഓൺ ദ സൺ ഓഫ് ഗോഡ്, യേശുവിൽ നീ വെച്ചിരിക്കുന്ന ഒരു പഠിപ്പിക്കുന്ന നല്ല ഗുരു അല്ലെങ്കിൽ നല്ല പ്രവാചകൻ, അതേപോലെ തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള രക്ഷകൻ എന്നുള്ള നിലയിൽ നീ പൂർണ്ണമായും യേശു കർത്താവിൻ്റെ പാദപീഠങ്ങളിൽ വന്ന സ്ത്രീയെ, നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു, നിനക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് രക്ഷയുടെ ഡെഫിനിഷൻ. ഈ ഒരൊറ്റ വഴി കൂടെ അല്ലാതെ ഞാൻ പറഞ്ഞ മറ്റു വഴി കൂടെ ഒക്കെ വരുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ നിലയിൽ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുക വെച്ച് കഴിഞ്ഞാൽ മുമ്പോട്ട് പോവുകയില്ല, ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോവുകയില്ല. ഞാൻ പറഞ്ഞു, യു ക്യാൻ ഓൺലി ഹാവ് ജീസസ് ആസ് എ ഗുഡ് ഫ്രണ്ട് ഇൻ യുവർ ലൈഫ്. യേശുവിനെ അനേകം ദൈവങ്ങളുടെ കൂടെ ഒരു ദൈവങ്ങളോട് ആക്കുന്നതിന് ചിലർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ അങ്ങനെയല്ല, ജീസസ് ഇസ് യുണീക്ക്. വൈ? യേശു തന്നെ ഏക സത്യദൈവമായ നിന്നെ എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? കാരണം എൻ്റെ പാപത്തിന് പരിഹാരമായ യേശു കർത്താവായ യേശു ക്രിസ്തു. അപ്പം കർത്താവ് ഇത് പറഞ്ഞപ്പോഴത്തേക്കും ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഷി വാസ് ടോട്ടലി റിലീവ്ഡ്. മത്തായിയുടെ സുവിശേഷത്തിൽ വരുന്ന വാക്യം നമുക്ക് വായിക്കാം. ലെറ്റ് us read Matthew chapter 9 verse 10 to 12. Matthew chapter 9 verse 10 to 12. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. അപ്പം ഇവിടെ വേറൊരു ഭക്ഷണത്തിൻ്റെ സിനാരിയോ ആണ്. ആ ഭക്ഷണത്തിൻ്റെ സിനാരിയോയിലും അവിടെയും യേശുവിൻ്റെ കൂടെ ഉള്ളവർ എന്ന് പറയുന്നത് പരീശന്മാരല്ല, പിന്നെ ആരാണ്? ചുങ്കക്കാരും പാപികളും. നമ്മളാണെങ്കിൽ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ പോയി ഇരിക്കത്തൊന്നുമില്ല. പക്ഷേ യേശു വ്യത്യാസമായിരുന്നു. യേശു ഇവരോടൊക്കെ പോയിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം യേശു സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് അന്നേരം നാച്ചുറലി പരീശന്മാർ ചോദിച്ചു, താണ്ട് ഇദ്ദേഹം പോയിരിക്കുന്നത് കണ്ടില്ലേ, അദ്ദേഹം പോയിരിക്കുന്ന പാപികളുടെ കൂടെ പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ ഒരു മറുപടിയുണ്ട്, വായിച്ചെടുത്തായിട്ട്. പരീശന്മാർ അത് കണ്ട് അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അത് കേട്ടപ്പോൾ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, യാഗത്തിലല്ല കരുണയിൽ അത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിക്കുവിൻ. ഇവിടെ പറഞ്ഞ കർത്താവ് യേശു ക്രിസ്തു പറയണം, ദീനക്കാർക്കല്ലാതെ വേറെ സൗഖ്യം ആർക്കാണ് ആവശ്യമുള്ളത്? വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളത് ദീനക്കാർക്ക് മാത്രമാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ രക്ഷകൻ എന്നുള്ള നിലയിൽ വേണ്ടത് ആർക്ക് മാത്രമാണ്? പാപിക്ക് മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ സ്നാനത്തിന് വേണ്ടി സമർപ്പിക്കാനൊക്കെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് വളരെ സന്തോഷം. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ആർ യു എ സിന്നർ? ഇഫ് യു ആർ ഓൺലി സിന്നർ, ഇറ്റ് മേക്സ് സെൻസ് ടു ഗോ ഫോർവേഡ് in this journey. We are very glad for all the testimonies, but one concern I have is, have you realized why you need Jesus? യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് എന്തിനാണ്? എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനുള്ളവനോ ആയതുകൊണ്ടാണ്. കർത്താവേ, ഞാനൊരു പാപിയാണ്, എനിക്ക് രക്ഷകനെ ആവശ്യമാണ് എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിൻ്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, പാപം ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ ക്ഷമിച്ചു കൊടുക്കപ്പെടുകയല്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ കർത്താവിൻ്റെ നീതിയെക്കുറിച്ച് പറഞ്ഞല്ലോ.
ക്ഷമിക്കട്ടെ, നിൻ്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു, ഈ സ്ത്രീയുടെ പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ യേശു പറഞ്ഞെന്താണെന്നറിയാമോ? ഈ നിനക്ക് ഞാൻ ക്ഷമിച്ചു തന്നു എന്ന് പറഞ്ഞു. പക്ഷേ സ്വർഗത്തിലെ ദൈവം നീതിമാനായ ദൈവമാണ്. ചൊവ്വാഴ്ചത്തെ മീറ്റിങ്ങൾ കേട്ടല്ലോ, സ്വർഗത്തിലെ ദൈവം നീതിമാനായ ദൈവമാണ്. ആ നീതിമാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉള്ളൊരു നിയമമുണ്ട്. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാപം ചെയ്തു, കർത്താവ് ക്ഷമിച്ചു തന്നു എന്ന് കർത്താവിന് പറയാൻ താല്പര്യമുണ്ടെങ്കിലും, ചിലരെന്നോട് ചോദിച്ചിട്ടുണ്ട്, ദൈവമല്ലേ, ദൈവത്തിന് എന്തും ചെയ്തുകൂടെ, ദൈവം ക്ഷമിച്ചു എന്നങ്ങ് പറഞ്ഞാൽ പോരെ? പറ്റില്ല. നീതിയല്ലാതെ ന്യായമായ അതിനൊരു പണിഷ്മെൻ്റ് ഉണ്ട്. ആ പണിഷ്മെൻ്റ് ആരെങ്കിലും ഏറ്റെടുക്കണം. ആ പണിഷ്മെൻ്റാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരമായി തലയിൽ വാങ്ങിയത്. അപ്പം യേശു സ്ത്രീയോട് പറഞ്ഞു, കുഞ്ഞെ, നിൻ്റെ പാപം ക്ഷമിച്ചു തന്നിരുന്നു എന്ന് പറയുമ്പോൾ യേശു എന്താ പറഞ്ഞതെന്നറിയാമോ? യേശു പറഞ്ഞു, കുഞ്ഞെ, നീ ചെയ്ത പാപം ഞാൻ എൻ്റെ തലയിൽ ഏറ്റെടുക്കാം. യു ഗോ ഫ്രീ. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ ഐസക്കിൻ്റെ യാഗത്തെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അവിടെ ഐസക്ക് ഫ്രീ ആയപ്പോൾ അവിടെ യാഗമായത് ഒരാട്ടുംകുട്ടിയായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആ യാഗം വെറുതെ അങ്ങ് യാഗമാക്കപ്പെടുകയില്ല. ആ യാഗം കർത്താവിൻ്റെ മേളിൽ പാപമെല്ലാം വെച്ച് കെട്ടി നമുക്ക് പകരമായി യാഗമായി തീരുകയാണ്. അപ്പം ഒന്നാമതായി ഈ യാഗം ആർക്ക് മാത്രമേ അർത്ഥവത്തായി തീരുന്നുള്ളൂ? ഒരു പാപിക്ക് മാത്രമേ അതിനകത്ത് അർത്ഥവത്തായി തീരുള്ളൂ. പാപം ചെയ്യാത്ത ഒരാളുടെ പാപം എങ്ങനെ ക്ഷമിച്ചു കൊടുക്കുന്നത്? ചിലർ പറയും, ഐ ഹാവ് നോട്ട് സിൻ, മാൻ, വൈ ഷുഡ് ഐ ആസ്ക് ഫോർ ഫർഗീവ്നെസ്? അല്ലേ? ഐ ഹാവ് നോട്ട് സിൻ, വൈ ഷുഡ് ഐ ആസ്ക് ഫോർ ഫർഗീവ്നെസ്? നത്തിങ് റോങ് വിത്ത് മീ, ഐ എം റൈറ്റ്, ഐ എം ഫൈൻ. യു കാനോട്ട് ഗോ ദിസ് വേ ഫോർവേഡ് ഫർദർ. മുമ്പോട്ട് പോകാനായിട്ട് പറ്റില്ല. റോമർക്ക് ലേഖനം 3-ാം അധ്യായത്തിലെ വാക്യങ്ങളൊന്ന് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 3, 3-ാം അധ്യായം. കർത്താവിൻ്റെ നീതിയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു കൊടുക്കുന്ന ഭാഗം. എന്താണ് കർത്താവിൻ്റെ നീതി കർത്താവ് കാണിച്ചത്? കർത്താവ് പറയാണ്, എൻ്റെ നീതി എന്ന് പറയുന്നത് വേഴ്സ് 21-ാമത്തെ വാക്യം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. എങ്ങനെയാ വെളിപ്പെട്ടു വന്നത്? ദൈവത്തിന്റെ നീതി ന്യായപ്രമാണം കൂടാതെ എങ്ങനെയാണ് വെളിപ്പെട്ടു വന്നത്? തൻ്റെ പൊറുമയിൽ കർത്താവ് എൻ്റെ പാപം ക്ഷമിച്ചു തന്നു. തൻ്റെ പൊരുമയിൽ കർത്താവ് എൻ്റെ പാപം ക്ഷമിച്ചു തന്നു. പക്ഷെ അത് വെറുതെ അല്ല, പ്രായശ്ചിത്തത്തിനായി സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞപ്പോൾ ക്ഷമിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ക്ഷമിച്ചു കൊടുക്കുകയല്ല. കർത്താവിന് എന്ത് എളുപ്പമായിരുന്നു ആ സ്ത്രീയോട്, നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുക്കപ്പല്ല പറയുന്നത്. ഞാൻ അറുക്കപ്പെട്ട കുഞ്ഞാടായി വന്നിരിക്കുന്നു. ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്രൂശിൽ യാഗമായി തീരും. ആദി യാഗമാകുമ്പോൾ ആ ശാപവും പാപവും എല്ലാം ഞാൻ എൻ്റെ തലയിൽ കൊണ്ടുകൊള്ളാം. കുഞ്ഞെ, now you go free. Hallelujah. And that is when the salvation comes. Hallelujah. So when you come to this whole journey of Christian faith, the first and the foremost condition is you must be a sinner, or you are a sinner, no doubt about it, but you need to see that you are sinful condition. വായിച്ചാട്. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒരുത്തർക്കും ആക്ച്വലി എല്ലാവരും പാപികളാണ്. പക്ഷേ ആ പാപം നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നല്ല പശ്ചാത്തലം, നമ്മുടെ നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട്, അറിവില്ലായ്മ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ നീതിമാനാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഡെഫിനിഷൻ ദൈവം നോക്കുമ്പോൾ നമ്മൾ കാണാൻ, പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ടായിരുന്നു, കൊറോണ ഒക്കെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അന്നേരം അവർ പറയുകയാണ്, നമുക്ക് കണ്ണിപ്പോലും പെടാൻ പറ്റാത്ത, നമ്മുടെ മാസ്ക് പോലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത അണുക്കളാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു N95 മാസ്ക് വെച്ചെങ്കിലേ ഉള്ളൂ. നിങ്ങൾ കണ്ടായിരുന്നല്ലോ ആ സമയത്തൊക്കെ അല്ലേ? ദൈവത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ നമ്മളുടെ പാപത്തിൻ്റെ അവസ്ഥകളെ നമ്മൾ ദൈവത്തിൻ്റെ കാണുമ്പോൾ ദൈവം പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് മനസ്സിലാക്കുന്നത്? ഒരുത്തനുമില്ല, ആരുമില്ല,
നീതിമാൻ എന്ന് പറയാൻ ഒരു തെരുവില്ല. ആ വാക്യം ഒന്നുകൂടെ വായിച്ചാൽ. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അങ്ങനെ ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവരായി. പാപം ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് വ്യഭിചാരം ചെയ്യുകയാണെന്നോ മോഷ്ടിക്കുകയാണെന്നോ ഒന്നും മാത്രം അർത്ഥമില്ല. അതൊക്കെ പാപം തന്നെയാണ്. പക്ഷേ ഏത് ലെവലിലും ദൈവത്തിൻ്റെ ഹിതത്തിന് അല്പം വിലങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാപമാണ്. പക്ഷേ അതിനെക്കുറിച്ചൊരു ബോധമുണ്ടാകണം. ഐ ആം എ സിന്നർ, ഞാനൊരു പാപിയാണ്. ആ ഒരു പാപിയെ മാത്രമേ നമുക്ക് അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകാനായിട്ട്, ക്രിസ്തീയ ജീവിതത്തിൽ കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അയച്ചാട്ട് അടുത്ത വാക്യം താട്ട് വായിച്ചാൽ. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക്, ഞാൻ പറഞ്ഞല്ലോ ആ സ്ത്രീ വിശ്വസിച്ചത് എങ്ങനെയായിരുന്നു? തൻ്റെ സകലതും കൊണ്ട്. എങ്ങനെയായിരുന്നു ആ സ്ത്രീ വിശ്വസിച്ചതെന്ന് ഒരു വാക്കെങ്കിലും പറഞ്ഞോ? ആ സ്ത്രീ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പക്ഷേ തൻ്റെ പ്രവർത്തികൾ കൊണ്ട് താൻ പറഞ്ഞു, തൻ്റെ കണ്ണുനീര് കൊണ്ട് ഹൃദയത്തിലെ ദ കംപ്ലീറ്റ് ഇമോഷൻ ഷീ സേസ്, ലോർഡ് ഐ എം വെരി സോറി അബൌട്ട് വാട്ട് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ വളരെയാണ്. കർത്താവേ, എന്നോട് നീ ക്ഷമിക്കണം. ആൻഡ് ദിസ് മസ്റ്റ് കം ഫ്രം അവർ ഹാർട്ട്സ്. Repentance is part of being born again. I must come from, Lord, I'm very sorry of what happened in my life. Please forgive me. കണ്ണുനീര് കൊണ്ട് കർത്താവിൻ്റെ കാല് കഴുകുവാൻ കാരണം അതാണ്. അത് കഴിഞ്ഞതിന് ശേഷം and everything she had, she kept it in the Lord's feet. I said, you are my Lord from now onwards. ഇന്നു മുതൽ നീ എൻ്റെ കർത്താവാണ്. അതുകൊണ്ടാണ് പാപത്തിൻ്റെ പ്രായശ്ചിത്തം. ആ വാക്യം ഒന്നുകൂടെ വായിച്ചു, ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ യേശുവിനെ കർത്താവ് എന്ന് വാഗൊണ്ട് പറ്റുമെന്ന് പറയുന്ന ആ വാക്യത്തിന് അക്ഷരാർത്ഥത്തിൽ ആ സ്ത്രീ കർത്താവിൻ്റെ പാദപീഠങ്ങളിൽ ചെയ്ത് കാണിക്കുകയാണ്. ഷി കെപ്റ്റ് എവറിത്തിങ് ഡൗൺ. വിശ്വസിക്കുകയാണ്. യുവർ ഫെയ്ത്ത്, വാട്ട് ഇസ് എ ഫെയ്ത്ത്? നോട്ട് ഈവൻ എ വേർഡ് ബട്ട് ദ ആക്ഷൻ ഷോഡ്. ആ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ലെങ്കിലും അവിടെ പറയുകയാണ്, യുവർ ഫെയ്ത്ത്, the faith you put on Jesus Christ. യേശു ക്രിസ്തുവിൽ നീ ഇട്ട വിശ്വാസം, അത് ശിമോനിട്ട വിശ്വാസമല്ല. നീ പാപപരിഹാരത്തിനായി യേശുവിൻ്റെ അടുക്ക വന്നല്ലോ. നീ ആ വിശ്വാസത്തിനാൽ. ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചേ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇപ്പോൾ ആരൊക്കെ വിശ്വസിക്കുമോ? ആരൊക്കെ വിശ്വസിക്കുമോ? ആരൊക്കെ കർത്താവിൻ്റെ അടുത്ത് വന്ന്, കർത്താവേ, എൻ്റെ പാപം എനിക്ക് ക്ഷമിച്ചു തരണം കർത്താവേ, ഐ ആം എ സിന്നർ, ഐ നീഡ് ഹെൽപ്പ്, ആൻഡ് ദ ലോർഡ് ഈസ് റെഡി ടു ഫൊർഗിവ്. സംബഡി സേസ്, ഐ ആം റൈച്ചസ്, ഐ ഡോണ്ട് നീഡ് ക്രൈസ്റ്റ്, ഐ ആം ഫൈൻ, സോറി, ദിസ് ഈസ് നോട്ട് ഫോർ യു, ദിസ് ഈസ് നോട്ട് ഫോർ യു. And it's only for the people who are really sin. പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുന്നു. തൻ്റെ നീതി എങ്ങനെ പ്രദർശിപ്പിച്ചത്? നമ്മളെ വെറുതെ വിട്ടു. ആരെ ശിക്ഷിച്ചു? ആരെ ശിക്ഷിച്ചു? യേശുവിനെ ശിക്ഷിച്ചു. താട്ട് വായിച്ചാട്ട്. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തു. തൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗം കൊണ്ട് എന്നെ ഫ്രീ ആക്കി വിടുക. Praise the Lord. So this is the qualifications that we have. If you are really a sinner, go to the Lord. Lord, I am really sorry of what I have done, and forgive my sins and help me. And then the Lord changes me. First Peter 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. 23 വായിച്ചു. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം പരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. അടുത്ത വാക്യം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച്. See, now this is the born again experience.
This is where the born again experience is being explained. പാപം സംബന്ധിച്ചു മരിച്ചു. എങ്ങനെ മരിക്കുന്നു? ഞാനും യേശുവിൻ്റെ ക്രൂശിൽ കർത്താവിനോട് കൂടെ മരിക്കുകയാണ്. വിശ്വസിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അക്ഷരാർത്ഥത്തിൽ നമ്മൾ ക്രൂശിക്കപ്പെടുന്നില്ല. പക്ഷെങ്കിൽ ഞാൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ഞാൻ പാപം സംബന്ധിച്ച് മരിച്ച് കർത്താവായ യേശു ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഉയർത്തെഴുന്നേറ്റ് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പം ഇനി നടക്കുന്നത് പഴയ വഴിയിലല്ല, ജീവൻ്റെ പുതിയ വഴി കൂടെ കർത്താവിൻ്റെ കൂടെ നടക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇന്ന് വരെ എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതിന് തൊട്ട് മുമ്പ് വരെ എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് നീതിക്ക് അനുസരിതമല്ലായ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്തു നടന്നു. അപ്പോസ്തലൻ്റെ ഭാഷയിൽ അത് പറഞ്ഞാൽ ആ കാര്യത്തെക്കുറിച്ച് പറയുവാൻ ഇപ്പോൾ ഞാൻ ലജ്ജിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലേ? പഴയ കാലത്ത് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതോർത്ത് അത് നമ്മൾ ബോസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അത്ര കേമനായിരുന്നു, അതുകൊണ്ടാണ് എന്നെ കേമനായാലും ശരി, സാധാരണ ഭാവിയായാലും ശരി, ആരാണെന്ന് പറഞ്ഞാലും വഴി ഒന്നേ ഉള്ളൂ. പക്ഷേ അതിനെ ബോസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ പറയുകയാണ്, നീതിക്കായിട്ട് ജീവിക്കേണ്ടതിന്, നീതിക്ക് ജീവിക്കേണ്ട, പാപസംബന്ധമായി കർത്താവായ യേശു ക്രിസ്തുവിനോട് മരിച്ചു, അവൻ്റെ കൂടെ ഉയർത്തെഴുന്നേറ്റു. ഇനി നമ്മൾ ജീവിക്കുന്ന നീതിക്കായി ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു. അതുകൊണ്ട് അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് സുവിശേഷം. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പാപിയല്ലാത്തൊരു വ്യക്തിയെ ഞാൻ എങ്ങനെ മരിക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും? നിങ്ങൾ പറഞ്ഞാട്ട്. അതുകൊണ്ടാണ് ശിശു സ്നാനം നമ്മൾ ചെയ്യാത്തത്. പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, കഴിഞ്ഞ ദിവസം എന്താണ് വേറെ റിട്ടേൺ ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നത്? എൻ്റെ കുഞ്ഞെ, നീ പാപിയാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടോ? പാപിയാണെന്നുള്ള ബോധ്യമില്ലാത്ത ഒരു പാപമില്ലാത്തൊരു കൊച്ചിനെ പിടിച്ച് ഞാൻ എങ്ങനെയാണ് പിടിച്ച് മുക്കുക? അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എൻ്റെ ചോദ്യം ഇതാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പാപമാണ് എന്നുള്ളൊരു ബോധമുണ്ടാകും. നിങ്ങൾ ഇത്ര വയസ്സായി, പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ യു പുട്ട് അൺഡ്യൂ പ്രഷർ ഓൺ ദ കിഡ്സ്. നിങ്ങൾ എങ്ങനെയാലും സ്നാനപ്പെടണം. ഡോണ്ട് എവർ ഡു ഇറ്റ്. നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി നമ്മൾ പലപ്പോഴും പാടുന്നത്, ഇത് പിരിയ ബന്ധമാണിത്. ശൈശവ വിവാഹം വിലക്കിയിട്ടുണ്ടല്ലോ, അല്ലേ? നമ്മൾ കൊച്ചിയിലായിരിക്കുമ്പോൾ ഇന്നാളെ കെട്ടണം എന്നൊന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, അല്ലേ? നമ്മൾ പറഞ്ഞത് വെൻ ഗ്രോ അപ്പ് ആയിരിക്കുമ്പോൾ, പ്രായമാകുമ്പോൾ നമുക്ക് അന്നേരം തിരഞ്ഞെടുക്കാം ഇനി ആരുടെ കൂടെ മുമ്പോട്ട് പോകണം, ജീവിതം മുമ്പോട്ട് പോകണം എന്നുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മളും ഒരു അൺഡ്യൂ പ്രഷർ, നമ്മൾ പണ്ടൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുശേഷം പറയുന്നവരൊക്കെ സ്നാനപ്പെടുന്നില്ല, അങ്ങനെ ചെയ്തൊരു കാര്യമില്ല. കാരണം ഇത് ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന പരിപാടിയല്ല. ഇത് പിരിയാ ബന്ധമാണിത്. ഇവിടെ നിന്ന് അങ്ങ് ചെല്ലുന്നത് വരെ. അത് കഴിഞ്ഞാലോ പിന്നെ നിത്യതയിലും തുടരുന്ന ബന്ധമാണ്. അതുകൊണ്ട് ആരെയും പെട്ടെന്ന് പിടിച്ച് ചെയ്യാത്തതിൻ്റെ കാര്യം അതാണ്. അപ്പം നീതിക്കായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതം. അപ്പം നമ്മൾ സത്യമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ജനിച്ച് അവൻ്റെ ഇതിനകത്തേക്ക് ഇനിയും പറയും, ഇനി ഞാൻ പാപത്തിൻ്റെ വഴി പോവുകയില്ല. പണ്ട് പാപത്തിൻ്റെ വഴി ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ നീ പാപം ചെയ്യരുത്. പണ്ട് വഴി അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു പ്രാവശ്യം നിന്നെ സഹായിച്ചു, ഒരു പ്രാവശ്യം നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതായിരുന്നു. പക്ഷേ ആ സ്ത്രീയും ഈ സ്ത്രീയും വ്യത്യാസമാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ ആ കേസിലെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആ അധ്യായത്തിൽ കാണുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ നിന്നെ സഹായിച്ചു, പക്ഷേ ഇനിമേൽ നീ പാപം ചെയ്യരുത്. അപ്പം പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നീതിക്കായിട്ട് ജീവിക്കാനായിട്ട് കർത്താവ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതിനായിട്ട് ആ എല്ലാം യേശുവിൻ്റെ ശരീരത്തിന് മേൽ വഹിച്ച് അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ ഒരു വാക്യം വായിച്ചാൽ, ഹീബ്രൂസ് ചാപ്റ്റർ 13, എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം, 12-ാമത്തെ വാക്യം. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കലേക്ക് ചെല്ലുക. നിങ്ങൾക്കറിയാമോ
എല്ലാ ഭോജനയാഗവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് യാഗപീഠത്തിൽ വെച്ചായിരിക്കും കരിക്കുന്നത്. പക്ഷേ പാപയാഗം പാളയത്തിന് പുറത്ത്. അതുകൊണ്ടാണ് ഗോൽഗത്താ മലയിൽ പാളയത്തിന് പുറത്ത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. അതുകൊണ്ട് പാളയത്തിന് പുറത്ത് പോയ യേശുണ്ട്. ആ യേശു പാളയത്തിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. സിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഒരുപാട് കാര്യത്തിൽ സന്തോഷമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ പാളയത്തിന് പുറത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ആ ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശു തനിയെ നഗ്നനായി ക്രൂശിൽ കിടക്കുകയാണ്. ആ ക്രൂശിൻ്റെ ചുവട്ടിൽ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഭൂമി പിളർന്നപ്പോഴുമൊക്കെയും അവരൊക്കെയും ഓടി രക്ഷപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവൻ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി. അപ്പം എന്നിട്ട് പറയാണ് അപ്പോസ്തലന്മാർ പറഞ്ഞിരുന്ന ആ വാക്യം, തൊട്ടടുത്ത വാക്യം ഒന്ന് വായിച്ചു നോക്കിയത്. therefore വായിച്ചാട്ടെ. അതുകൊണ്ട് അവൻ മുഖാന്തിരം, അതിൻ്റെ തൊട്ട് മേളത്തെ വാക്യം, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാൻ അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിനോട് കൂടെ നടക്കുമ്പോൾ ചിലപ്പോൾ കളിയാക്കൊക്കെ ഉണ്ടായെന്നിരിക്കും, ഏകാന്തത ഉണ്ടായെന്നിരിക്കും, ചിലപ്പോൾ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ക്രിസ്തു നിമിത്തം ഉണ്ടായെന്നിരിക്കും. അപ്പോസ്തലനായ പൗലോസൊക്കെ പറയുന്നത് പോലെ അനേക സമയം കണ്ണുനീരും തനിയെയും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായെന്നിരിക്കും. പക്ഷേ ഒരിക്കലും തനിയല്ല, കർത്താവായ യേശു ക്രിസ്തു കൂടെ വരിക പാളയത്തിന് പുറത്ത്. അതുകൊണ്ട് ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത്, പാളയത്തിനുള്ളിൽ വലിയ കാര്യങ്ങളൊക്കെ, വളരെ സന്തോഷങ്ങളും പല കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെയല്ല യേശു ഇപ്പോൾ എവിടെയാണ്? പാളയത്തിന് പുറത്താണ്. അവിടെ കർത്താവിൻ്റെ കൂടെ നിന്ന് ചുമന്നു കൊണ്ടുപോകാനായിട്ട് മനസ്സ് വെക്കുന്ന കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് therefore അടുത്ത വാക്യം, അതുകൊണ്ട് അവൻ മുഖാന്തിരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്നതായിട്ടൊന്നുമില്ല. ഇവിടെ നമ്മളെ പ്രവാസിയാണ് ഇവിടെ, അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ നിലനിൽക്കുന്ന ഒന്നുമില്ലെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ഇവിടുന്ന് പോയാൽ വരും നമുക്കറിയാം. എന്നാൽ ഈ ലോകത്തിലെ എപ്പോഴും നമ്മളൊരു പിൽഗ്രിമാണ്, അല്ലേ? നമ്മളൊരു പ്രവാസിയാണ്. ഒരു ദിവസം ഇവിടെ നിന്ന് ക്രിസ്തുയേശുവിലൂടെ എന്നേക്കുമായിരിക്കാനായിട്ട് കടന്നു പോകേണ്ട വ്യക്തി ജീവിതങ്ങളാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ യാത്ര തുടങ്ങിയപ്പോൾ ആ തുടക്കത്തിൻ്റെ ഭാഗം നമ്മൾ ഒരു കാര്യം വ്യക്തമാകണം. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അതിനോട് ഉയർത്തെഴുന്നേറ്റു. ഇനിയും ജീവിക്കുന്നത് ഒരു പുതിയ ജീവൻ്റെ ഭാഗമായിട്ടാണ്, നീതിക്കായിട്ടുള്ളൊരു ജീവനാണ് ഞാൻ ഈ മുമ്പോട്ട് ജീവിക്കുന്നത്. കർത്താവിൻ്റെ കൂടെ ചേർന്നുള്ള നടപ്പാണ് നടക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 15 അധ്യായത്തിലെ വാക്യം, 2-ാമത്തെ വാക്യം, 2 Corinthians chapter 11 verse 2. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ഒരു വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആരെ? ദൈവസഭയെ ഒന്നൊരു മണവാട്ടി എന്നോണം അപ്പോസ്തലനായ പൗലോസ് ചിത്രീകരിക്കുകയാണ്. ആ ദൈവസഭയെ കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് ഒരുക്കിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ഒരു ചിന്തയിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. An engagement has been completed. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അറബിക് ഇവിടുത്തെ ട്രഡീഷൻ അനുസരിച്ച് എൻഗേജ്മെൻറ്റ് ഈസ് ആസ് ഗുഡ് ആസ് മാരേജ്. അവരൊന്നിച്ചല്ലെന്നേ ഉള്ളൂ, പക്ഷെങ്കിൽ എൻഗേജ്മെൻറ്റ് ഈസ് ആസ് ഗുഡ് ആസ് മാരേജ്. ഇനി എൻഗേജ്മെൻറ്റ് ഇന്ന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണം. നമുക്കത് മനസ്സിലാകത്തില്ല, കാരണം നമ്മുടെ രീതി അങ്ങനെയല്ല. പക്ഷേ എൻഗേജ്മെൻറ്റ് ഇനിയും ഇത് ചെയ്യണമെങ്കിൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണം. പക്ഷേ
നമുക്കറിയാം ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് നമ്മളെ ദൈവസഭയായിട്ട് ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ ഓരോ വ്യക്തി ജീവിതങ്ങളും ഇതിനകത്ത് വളപ്പും പുളപ്പും ഒന്നുമില്ല. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ആ പയ്യൻ ഇപ്പം വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ പിള്ളേരൊക്കെ നമ്മുടെ മധ്യയിലുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു ആ പെണ്ണ് കൊള്ളാം കേട്ടോ, ഈ പെണ്ണിനെ കാട്ടി വ്യത്യാസം ആ പെണ്ണ് ഇച്ചിരി നല്ല, അതായിരിക്കും നല്ലത്, എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം എന്നുള്ള ചിന്തകളൊക്കെ സാധാരണ മനസ്സിൽ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ വിവാഹത്തിന് നിശ്ചയത്തിൻ്റെ സമയത്തിലൊക്കെ പറയും നിങ്ങൾക്ക് ഉള്ള ഉറപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാണല്ലോ പറയുന്നത്. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകരുത്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകരുത്. നമ്മളിവിടെ ആയിരിക്കുന്നത് ആരെ പ്രീതിപ്പെടുത്താൻ മാത്രമാണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടല്ലോ, നമ്മളെ പടചേർത്തവനായ ഒരു കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്, നമ്മളെ വിളിച്ചവൻ നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. അവനെ പ്രസാദിപ്പാൻ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അവനെ പ്രസാദിപ്പിക്കാൻ. അതെ, ഞാൻ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതേ ഉള്ളൂ, അത് കഴിഞ്ഞ ശേഷം ഞാൻ എന്തോ വേണമെങ്കിലും ചെയ്യും, വിവാഹമൊന്നും കഴിഞ്ഞില്ലല്ലോ എന്നൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു, നിർമ്മല കന്യകയായി അങ്ങ് കൊണ്ടെത്തിക്കുവാൻ, വേറെ ഒരു റിലേഷനിലും പെടാതെ അങ്ങ് കൊണ്ടെത്തിച്ചല്ല. അപ്പോഴാണ് നമ്മൾ മീറ്റിങ്ങിന് വരുന്നതിന് ബുദ്ധിമുട്ട്, ബൈബിൾ വായിക്കുന്നതിന് ബുദ്ധിമുട്ട്, ഇതൊക്കെ പറയുമ്പം നമ്മൾ ഉദ്ദേശിച്ചോണം വിവാഹജീവിതം ശരിക്കും കർത്താവിൻ്റെ കൂടെയുള്ള സമയം തുടങ്ങിയില്ല. ഇവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങളിനകത്ത് നമുക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോസ്തലൻ പറയണം, എനിക്കൊരു ഭയമുണ്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. തൊട്ടടുത്ത വാക്യം വായിച്ചാണ്, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അദ്ദേഹം ഭയപ്പെടുന്നില്ല. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വിലകി ഓടിപ്പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. ഹല്ലേലൂയ. നിങ്ങൾ യെശയ്യാവിൻ്റെ ഒടുവിലത്തെ പുസ്തകങ്ങളൊക്കെ ഭാഗങ്ങളൊക്കെ നിങ്ങളെടുത്ത് വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ചിലർ യാഗം കഴിക്കുന്നു, യാഗം കഴിക്കുന്നത് പട്ടിയെ യാഗം കഴിക്കുന്ന പോലെയാണ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ there is no sincerity in that worship. എന്നാൽ ആ സ്ത്രീ ഒന്ന് നോക്കിക്കേ, സകലതും കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽക്കൽ വെക്കുക, സകലതും. തൻ്റെ ഫുൾ മുടി കൊണ്ട് കർത്താവിൻ്റെ കാല് തുടച്ച് പരിമള തൈലം പൂശുവാൻ ഒരു മടിയുമില്ലാത്ത സ്ത്രീ. The worship it becomes fully from our heart unto the Lord. Unto the Lord. നമ്മൾ ഈ ലോകത്തിൽ കർത്താവുമായിട്ടുള്ള നിർമ്മലവുമായിട്ട് ഏകാഗ്രവുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിൽ മുമ്പോട്ട് പോകാനാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്? ഈ സ്നേഹബന്ധം, നമ്മൾ ഈ ആദ്യത്തെ ബന്ധത്തിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിനോട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പോകുന്നില്ല, സ്നാനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പം നമുക്ക് എപ്പോഴെങ്കിലും സമയം എളുപ്പമൊക്കെ എടുക്കാം. പക്ഷെങ്കിൽ പഠിക്കുമ്പോൾ ഒരു കാര്യം പറയും, ക്രിസ്തുവിനോട് ചേരുവാൻ എന്ന് പറഞ്ഞാൽ നമ്മളും ക്രിസ്തുവും കൂടെ ഒന്നിച്ചായി പോകുന്നത്. സിനിമാ കോട്ടെ പോവാണെങ്കിലും ആരുണ്ട് കൂടെ? ക്രിസ്തുവും ഞാൻ. ടി വി കാണുന്നത് എന്താണെങ്കിലും ഞാനും ക്രിസ്തുവും കൂടെ ഒന്നിച്ച്. എന്ത് വായിച്ചാലും ഒന്നിച്ച്, ജോലിക്ക് പോയാലും ഒന്നിച്ച്, അടുക്കളയിൽ കയറിയാലും ഒന്നിച്ച്, ഓഫീസിൽ പോയാലും ഒന്നിച്ച്, കർത്താവിനോട് കൂടെ ക്രിസ്തുവിനോട് ചേരുവാൻ അവൻ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു കർത്താവാണ്. അപ്പം അതുകൊണ്ട് വേർതിട്ടുള്ള ഒരു രീതി അല്ല പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ. അപ്പം ഇത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഇന്നോട്ട് എനിക്ക് യേശുവിനെ വലിയ താല്പര്യമില്ല, ഞാൻ അവനെ വിളിക്കുന്നില്ല, എടുക്കുന്നില്ല, വേണ്ട, അങ്ങനെ ചെയ്യാം. പക്ഷെ ഇത് ആ ഒരു ബന്ധമല്ല, ആ ഒരു ബന്ധമല്ല. ഇത് പിരിയാ ബന്ധമാണ്. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ മുമ്പോട്ട് നടക്കുന്ന ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ ഭാഗമായി തീരാനായിട്ടാണ് ആ സ്ത്രീ കർത്താവിൻ്റെ അടുക്ക വന്നത്. അല്ലാതെ യേശുവിൽ നിന്ന് നല്ലൊരു പ്രസംഗം കേൾക്കാനോ നല്ലൊരു എഫക്റ്റൊക്കെ കിട്ടാനോ അതൊന്നുമല്ല. He came because her heart was broken because of sin. പ്രിയസാരങ്ങളെ, നമ്മളുടെ ജീവിതത്തെ നമുക്ക് കർത്താവിനോട് പറയും, കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്നെ സഹായിക്കണം. ഒരു വാക്കിടെ വായിക്കട്ടെ. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയണം, നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയിൽ പലപ്പോഴും ഒരുപക്ഷെങ്കിൽ വീഴാൻ ഉള്ള സാധ്യതകളുണ്ട്.
വീഴത്തില്ല എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. വീണ് കഴിഞ്ഞാലോ. വായിച്ചാട്ട് സെക്കൻഡ് ലാസ്റ്റ് വേഴ്സ് 9, 9ാമത്തെ വാക്യം, 8-9. 1 John chapter 1 verse 8 and 9. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. പല സമയത്തും നമ്മൾ എൻ്റെ കയ്യിൽ പ്രശ്നമൊന്നും ഇല്ല എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ നടക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ സത്യമില്ലാതെ നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെങ്കിൽ the moment you come to know that there is something wrong, the Holy Spirit is pointing out to you. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന സമയം അതും വെച്ചോണ്ട് മുമ്പോട്ട് നടക്കരുത്. അടുത്ത വാക്യം, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ, ഏറ്റുപറയുന്നില്ലെങ്കിലോ പിന്നെ അങ്ങോട്ടുള്ള ബാക്കി കാര്യങ്ങൾ ആപ്ലിക്കബിൾ അല്ല. പക്ഷേ whenever you have something happen in your life that you think that it is not going right, കർത്താവേ എന്നെ സഹായിക്കണം, എനിക്ക് മടങ്ങി വരാൻ താല്പര്യമുണ്ട്, Lord help me, and you go to the Lord and say, Lord, I'm sorry, things have not gone right. കർത്താവേ എന്നെ സഹായിക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. He is a faithful God and he is also a righteous God. അല്ലേ? രണ്ട് കാര്യങ്ങൾ നമ്മൾ കേട്ടല്ലോ, കഴിഞ്ഞ ചൊവ്വാഴ്ചകൾ തൊട്ട് നമ്മൾ കേൾക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ. He is a righteous God and he is also faithful. Whatever he is promised, he will do it. But faithfulness goes both ways. It goes both ways. Faithfulness only from one side. നിങ്ങൾ തിമോത്തിയുടെ അടുക്കൽ ആ വാക്യമുണ്ടോ? വക്രനോട് ദൈവം എന്ത് ചെയ്യും? വക്രത കാണിക്കും. അതുകൊണ്ട് ഫെയ്ത്ത്ഫുൾനെസ് ഗോസ് ബോത്ത് വേയ്സ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും നിങ്ങൾക്ക് ശ്രദ്ധിച്ചോ, പഴയ നിയമങ്ങളൊക്കെ പഠിച്ചാൽ ദൈവം എപ്പോഴും വിശ്വസ്തനായി തുടരുന്നു, നീതിമാനായി തുടരുന്നു. അവിശ്വസ്തത ഉണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്നേ ഉള്ളൂ, അല്ലേ? അതുകൊണ്ട് ദൈവത്തിൻ്റെ കർത്താവെ അവൻ്റെ കൂടെ ചേർന്ന് നടക്കുവാനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം. ആ ഒരു ഊഷ്മളമായ ബന്ധത്തിലേക്ക് വരുവാനായിട്ട്. ആൻഡ് ദാറ്റ് ഈസ് എ ഗുഡ് ജേർണി. അബ്സല്യൂട്ട്ലി. നമ്മൾ പാട്ട് പാടി തുടങ്ങുമ്പോൾ പാടിയതുപോലെ അത് സന്തോഷമുള്ള ജീവിതമാണ്, ആനന്ദമാണ്. ക്രിസ്തീയ ജീവിതം സന്തോഷമാണ്. ആ സന്തോഷത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. Then you can really experience the Holy Spirit helping you in your spiritual life, going bouncing for God. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. ആമേൻ.